സോ ഹായ് ഗൈസ്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓട്ടോണോമേറ്റ് എന്ന് പറഞ്ഞ ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഒരു ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജെമിനയോ ക്ലോഡോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, ചില ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്കുള്ള ആൻസർ കിട്ടും. ലൈക്ക് നമ്മൾ വിചാരിച്ച ഇന്റർനെറ്റ് ആൻസർ കിട്ടും. പക്ഷെ ചില സമയത്ത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഇത്? സോ AI തന്നെയാണ്, സെയിം AI തന്നെയാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം രണ്ട് എക്സ്ട്രീമിൽ നമുക്ക് ആൻസേഴ്സ് തരും. എന്തുകൊണ്ടായിരിക്കും ഇത്? അപ്പം കുറെ പേര് AI യൂസ് ചെയ്യാൻ അറിയാം. മീൻസ് AI എന്താണെന്നറിയാം, AI യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് AI ആയിട്ട് മര്യാദയ്ക്ക് എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതിനിപ്പോ അറിയെങ്കിലും ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പം ഈ ബൂട്ട് ക്യാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിസൈൻ ടു ഹെൽപ്പ് യു ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് AI. നമ്മൾ AI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന്റെ വർക്ക് ഫ്ലോ, AI എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ വർക്ക് ഫ്ലോ മനസ്സിലാക്കാനും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ തന്നെയാണ് AI യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 5 ഡേയ്സിന്റെ ബൂട്ട് ക്യാമ്പാണ്. ഇതിൽ നമ്മൾ എഐനെ പറ്റിയിട്ടും എഐന്റെ വർക്ക് ഫ്ലോയും അത് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്നതും പിന്നെ കുറച്ച് ടൂൾസും അതുപോലെ തന്നെ AI ഏജൻസിന്റെ ഫണ്ടമെന്റൽസും പ്രോജക്ട് ബിൽഡിങ്ങും ഇതൊക്കെയാണ് നമ്മളുടെ എക്സ്പെക്ടഡ് ഔട്ട്കം ഈ ഒരു ബൂട്ട് ക്യാമ്പിന്റെ. സോ ഓഫ് കോഴ്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു AI ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ബിഫോർ ദാറ്റ്, വാട്ട് ഇസ് AI? AI എന്ന് പറയുമ്പോൾ എന്താണ്? AI is the ability of a machine to perform tasks that normally require human intelligence. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യുന്ന കുറച്ച് മെഷീൻസ്. ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലുള്ള ഫോൺ ഫേസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഈ വോയിസ് അസിസ്റ്റൻസ്, സിരി, അലക്സ പറഞ്ഞുള്ള വോയിസ് അസിസ്റ്റൻസ്, ഇതൊക്കെ AI-ന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മള് AI-ൽ ഉണ്ടായിരുന്ന എവല്യൂഷൻ, അതായത് AI വാസ് ഓൾവേസ് ദയർ. ഒരു 1950s മുതൽ AI വാസ് ഓൾവേസ് ദയർ. ഇപ്പോഴും നമ്മൾ പക്ഷെ യൂസ് ചെയ്യുന്ന AI വളരെ ഡിഫറെന്റ് ആണ്. തുടക്കകാലങ്ങളിൽ ഇറ്റ് വാസ് ട്രഡീഷണൽ AI. ട്രഡീഷണൽ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന AI പോലെയല്ല. ഇറ്റ് ഇസ് എ ഏർലി സ്റ്റേജ് ഓഫ് AI. അവിടെ അത് റൂൾ ബേസ്ഡ് ആയിരിക്കും. റൂൾ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കണ്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ റൂൾ കൊടുക്കും, ഒരു ഇൻസ്ട്രക്ഷൻ. ദാറ്റ് ഇസ് ഇഫ് ഇന്ന കാര്യങ്ങളാണെങ്കിൽ എക്സ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണെങ്കിൽ വൈ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം കുറച്ച് ഇവിടെ ഒരു കൺസ്ട്രെയിൻസ് കൊടുത്തു. ഇഫ് ഇയർ ആർ പോയിന്റഡ് ആൻഡ് ഫേസ് ഇസ് സ്മോൾ, ദെൻ കാറ്റ് ആയിരിക്കും. ഇഫ് ഇയർ ഫ്ലോപ്പി ആണ്, അതുപോലെ തന്നെ നോസിൽ ആണെങ്കിൽ ഡോഗ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു കൺസ്ട്രെയിൻ കൊടുത്തതിനു ശേഷം ഈ ഒരു ഇമേജ് ഞാൻ കൊടുത്തു, എന്നിട്ട് ഡോഗ് ആണോ കാറ്റ് ആണോ ചോദിച്ചു, ഇറ്റ് വിൽ സേ കാറ്റ്. അപ്പം ഈ ഒരു കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് ആണ് കാറ്റ് ആണെന്നത് പറയുന്നത്. ഇതാണ് ട്രഡീഷണൽ AI. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻ കൊടുക്കും, അത് മെഷീൻ ഫോളോ ചെയ്യും, അല്ലാണ്ട് മെഷീനായിട്ടൊന്നും പറയുമോ അല്ലെങ്കിൽ ലേൺ ചെയ്യുമോ അല്ല. ദെൻ കംസ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2010 ശേഷം ആകുമ്പോഴത്തേക്ക് സോഴ്സ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ എമൗണ്ട് കൂടാൻ തുടങ്ങി. അതായത് സോഷ്യൽ മീഡിയ, ബ്ലോഗ്സ്, ആർട്ടിക്കിൾസ്, ഇതിന്റെ ഒക്കെ എമർജൻസി കൂടുന്നവരും ഡാറ്റയുടെ എമൗണ്ടും കൂടി. സോ ഈ മെഷീൻസിനൊക്കെ ലേൺ ചെയ്യാൻ ഓരോ ഡാറ്റയുടെ പാറ്റേൺസ് അല്ലെങ്കിൽ ഒരു ഇവന്റ്സിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാനുള്ള ഡാറ്റ വന്നു തുടങ്ങി. സോ വാട്ട് ഇറ്റ് ഡസ് ഇസ്, ദാറ്റ് ഇസ് വാട്ട് മെഷീൻ ഡസ് ഇസ്, ഇറ്റ് ലേൺസ് ദ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പ്രിഡിക്ട് ചെയ്യും. അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്യുന്നത്, അതായത് അത് സെൽഫ് ലേണിംഗ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഈ ഒരു പിക്ചർ കാണിച്ചു. ഈ ഒരു പിക്ചർ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ബേർഡ്.
ഇത് വേർഡ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ തിങ്കിങ്ങോ അല്ലെങ്കിലോ എന്താ കുറെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. വി നോ ഇറ്റ് ഇസ് എ ബേർഡ് ബിക്കോസ് വി ഹാവ് ലേൺ അല്ലെങ്കിൽ വി ഹാവ് സീൻ. നമ്മൾ ചെറുപ്പം മുതലേ ഇത് ബേർഡ് ആണ്, ഇങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ബേർഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മളൊരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് മെഷീൻസും ചെയ്യുന്നത്. അതായത് അതൊരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് പ്രഡിക്ഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഏറ്റവും യൂസ് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇവോൾവ് ടൈപ്പ് ഓഫ് AI ആണ് ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള റൂൾസിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ പാറ്റേൺസിനെ ലേൺ ചെയ്ത് നമുക്കൊരു ആൻസർ കണ്ടുപിടിച്ച് തരുമോ എന്നല്ല. ഇറ്റ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ കണ്ടന്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് അല്ലെങ്കിൽ ജനറേറ്റ് എൻ ഇമേജ് അല്ലെങ്കിൽ ജനറേറ്റ് കോഡ് എന്ന് പറയുമ്പോൾ ഇത് കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ഗാദർ ചെയ്തിട്ട് പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് AI. പിന്നെ ഏജന്റിക് AI ഇപ്പം ഏറ്റവും ന്യൂലി ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു വേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജന്റിക് AI ആണ്. ഏജന്റിക് AI എന്ന് പറയുമ്പോൾ ജനറേറ്റീവ് AI കുറച്ചും കൂടെ എൻഹാൻസ്ഡ് വേർഷൻ ആണ്. ദാറ്റ് ഇസ് ജനറേറ്റീവ് AI നമ്മളിപ്പോ ഒരു ജോബ് അപ്ലിക്കേഷന്റെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തൊരു ടാസ്ക് കംപ്ലീറ്റ്. പക്ഷേ നമ്മൾ ഏജന്റിക് AI പോവുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫൈനൽ ഗോൾ പറയും, നമുക്കൊരു ഇന്റേൺഷിപ്പ് വേണം, നമുക്ക് നല്ലൊരു ഇന്റേൺഷിപ്പ് വേണം എന്നുള്ള ഒരു ഗോള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് കുറെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കും, അത് കമ്പയർ ചെയ്യും, നമ്മൾ റെസ്യൂമെ അനലൈസ് ചെയ്യും, നമ്മളെ ഇമെയിൽ ജനറേറ്റ് ചെയ്യും, എല്ലാം നമുക്ക് ചെയ്തു തരും. ഇതാണ് ഏജന്റിക് AI എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ജനറേറ്റീവ് AI തിരിച്ചു വരുമ്പം ഓക്കെ, നമ്മൾ ജനറേറ്റീവ് AI തിരിച്ചു വരാമെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് കൊടുത്തു. അപ്പം എനിക്ക് ChatGPT-യും ജെമിനയും ഞാൻ ഇപ്പൊ യൂസ് ചെയ്തത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമുക്കൊരു പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു തന്നു. ഇതായിരിക്കാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ട് ChatGPT-യും ജെമിനയും തന്നു. അപ്പം ഇത് എവിടുന്ന് എടുത്ത ആർട്ടിക്കിൾ നിന്ന് എടുത്ത അല്ലെങ്കിൽ ബ്ലോഗിൽ നിന്ന് എടുത്ത പിക്ചേഴ്സ് അല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത പിക്ചർ. അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാൻ വേറൊരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, എലിഫന്റ് ഈറ്റിംഗ് ഐസ്ക്രീം. കുറച്ച് വെറൈറ്റി ആയിട്ട് ജനറേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വേറൊരു നിന്ന് നമുക്ക് എടുത്തത് എല്ലാ ഇമേജ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. എനിക്ക് ChatGPT-യും ജെമിനയും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ദിസ് ഇസ് ദാറ്റ്. പിന്നെ നമ്മൾ AI-നെ പറ്റി പറഞ്ഞു, വാട്ട് ഇസ് AI എന്ന് പറഞ്ഞു. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ChatGPT, ക്ലോഡ് എന്നീ പറയുന്ന ടൂൾസ് ഒക്കെ AI വേൾഡിൽ എവിടെയാണ് ഫിറ്റ് ഇൻ ചെയ്യുന്നത് നമുക്കറിയാം. അത് നമ്മൾ AI എന്താണെന്ന് അറിയണം. സോ വി നോ വാട്ട് ഇസ് AI. ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യുന്ന മെഷീൻസിന്റെ എബിലിറ്റിയാണ് AI. വി ഹാവ് ലേൺഡ് അബൌട്ട് ദാറ്റ്. ഇനി മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഇസ് മെഷീൻസിന്റെ എമർജൻസിന്റെ ശേഷം ആ ഡാറ്റ വെച്ചിട്ട് പാറ്റേൺസ് ലേൺ ചെയ്തിട്ട് പ്രഡിക്ഷൻസ് നടത്തുന്നു. ദാറ്റ് ഇസ് മെഷീൻ ലേണിംഗ്. ദെൻ കംസ് ഡീപ് ലേണിംഗ്, വിച്ച് ഇസ് എ മോർ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് മെഷീൻ ലേണിംഗ്. അതായത് ഇത് ഹ്യൂമൻ ബ്രെയിനിന്റെ ന്യൂറൽ നെറ്റ്വർക്കിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഡീപ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് മെയിൻ ആയിട്ട് ഫേസ് റെക്കഗ്നൈസേഷനും അതുപോലെ തന്നെ ഫ്രോഡ് ഡിറ്റക്ഷനും സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ വിഷൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ജനറേറ്റീവ് AI നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ജനറേറ്റീവ് AI എന്താന്നുള്ളത് പുതിയൊരു ഡാറ്റ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ടെക്സ്റ്റോ ഇമേജോ കോഡോ എന്താണെങ്കിലും. പിന്നെ LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ജനറേറ്റീവ് AI ആണ്, സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ലാംഗ്വേജസ്. ജെമിനൈ, ക്ലോഡ് ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ്, മാസീവ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൽ നിന്ന് പാറ്റേൺസ് ലേൺ ചെയ്തിട്ടാണ് ഈ LLM വർക്ക് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ ആണ്. സോ വാട്ട് ഇസ് നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ? അതിനു മുന്നേ നമുക്ക് ടോക്കൺ എന്താണെന്ന് അറിയണം. ഇപ്പം ഇഫ് ഐ ആസ്ക് യു
the capital of India is dash എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയും ന്യൂഡൽഹി അല്ലെങ്കിൽ ഡൽഹി. ഈ ഒരു ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ടി വന്നിട്ടില്ല. അത് ന്യൂഡൽഹി ആണെന്ന് നമുക്കറിയാം, നമ്മളത് സ്പോണ്ടേനിയസ് ആയിട്ട് ന്യൂഡൽഹി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിപ്പോ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ ഡാഷ് സ്ഥലത്ത് സ്റ്റാർ ആണ് വരിക എന്ന് നമുക്കറിയാം. ബിക്കോസ് നമ്മൾ ഇതൊക്കെ ചെറുപ്പത്തിൽ ലേൺ ചെയ്ത കാര്യം. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോക്കൺ അല്ലെങ്കിൽ നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ മെഷീൻസ് അല്ലെങ്കിൽ LLM പ്രോസസ്സിൽ നടക്കുന്നത്. ഇപ്പം ചാറ്റ്ജിപിടിയിലൊക്കെ ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് LLMന്റെ. അതായത് ഫുൾ സെന്റൻസ്. അപ്പൊ നമ്മള് ഇപ്പം ഞാനൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ്ജിപിടി അല്ലെങ്കിൽ AI എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ തരുന്നത് അതുകൊണ്ടാണ്. ബട്ട് അതല്ല ചെയ്യുന്നത്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്, ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ടോക്കൺ പ്രിഡിക്ഷൻ വഴി നമുക്ക് ആൻസർ റിസൾട്ട് തരിക ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്യാപിറ്റലിന്റെ, അതായത് ഇന്ത്യയുടെ ക്യാപിറ്റലിന്റെ എക്സാമ്പിൾ പോലെ തന്നെ അത് ചെറിയൊരു സ്കെയിലുള്ള കാര്യം. ഇത് ലാർജ് സ്കെയിലിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് ചാറ്റ്ജിപിടി അല്ലെങ്കിൽ ക്ലോഡ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു AI ടൂളിന് എല്ലാം അറിയാമെന്നുള്ളതല്ല. rather it predicts the next word and gives the answer. ഇനി പ്രോംപ്റ്റ് എന്താന്നുള്ളത്. പ്രോംപ്റ്റ് എന്താന്നുള്ളതിന് മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ടോക്കൺ, നെക്സ്റ്റ് ടോക്കനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. എന്തിന് പ്രെഡിക്റ്റ് ചെയ്യുന്നു? നമ്മൾ എന്തെങ്കിലും ചോദിക്കണം, എന്നാലേ അവിടെ ഒരു പ്രഡിക്ഷൻ നടക്കുന്നുള്ളൂ. ആ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ AIക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ AIനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അതിനാണ് നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു ലാംഗ്വേജ് പോലെ, അതായത് AIനുള്ള ഒരു ലാംഗ്വേജ് പോലെ. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ കോഡ് എന്നുള്ളത് പ്രോഗ്രാമിംഗിന്റെ ലാംഗ്വേജ് ആണെങ്കിൽ AI സിസ്റ്റത്തിന്റെ ഒരു ലാംഗ്വേജ് ആണ് പ്രോംപ്റ്റ് എന്ന് വെച്ചുള്ളത്. ഇറ്റ് ഓൺലി അണ്ടർസ്റ്റാൻഡ് പ്രോംപ്റ്റ്. ഇപ്പം നമ്മൾ എത്രത്തോളം നല്ല പ്രോംപ്റ്റ് കൊടുക്കുന്നു അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മളുടെ എല്ലാവരെയും തിങ്കിങ് രീതി വേറെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പം നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ ആണുള്ളത്, 2-3 ആൾക്ക് ഒരേ ക്വസ്റ്റ്യൻ ആണുള്ളത്, പക്ഷെ ഓരോരുത്തരും ചോദിക്കുന്ന രീതി വേറെ ആയിരിക്കും. അപ്പം ആ ചോദിക്കുന്ന രീതി അനുസരിച്ച് ആൻസേഴ്സും മാറും. അപ്പം അതുപോലെയാണ് പ്രോംപ്റ്റിങ്ങിലും, നമ്മൾ പ്രോംപ്റ്റ് ചോദിക്കുന്ന അനുസരിച്ച് മാറും. സോ എത്രത്തോളം നല്ല പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല ആൻസർ നമുക്ക് കിട്ടും. സോ ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ prompt engineering is art of controlling AI outputs to better inputs. അതായത് അതൊരു പ്രാക്ടീസ് ആണ്. അതായത് നമ്മുടെ പ്രോംപ്റ്റിനെ കുറച്ചും കൂടെ നല്ല രീതിക്ക്, അത് റിഫൈൻഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്, പ്രോംപ്റ്റിനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസിനാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം നല്ല പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ആൻസേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ അതിനു മുന്നേ നമ്മൾ ടൈപ്സ് ഓഫ് പ്രോംപ്റ്റ് പഠിക്കണം. ടൈപ്സ് ഓഫ് പ്രോംപ്റ്റ് പഠിക്കുന്നു. പ്രോംപ്റ്റിനും ടൈപ്സ് ഉണ്ട്. നമുക്ക് 5 ടൈപ്സ് ഓഫ് പ്രോംപ്റ്റ് ആണുള്ളത്. വൺ ഇസ് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ്. സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പം ഇവിടെ പറയാണ് പ്രോഡക്റ്റ് ഇസ് അമേസിംഗ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സെന്റിമെന്റ് എന്താണെന്ന് നോക്കണം. അതായത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണം. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തു, ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അവിടെ ഞാനൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് എന്താണ് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്നുള്ള സാധനം ഞാൻ കൊടുത്തില്ല, എക്സാമ്പിൾസ് കൊടുത്തില്ല. പക്ഷെ നമുക്കത് ആൻസർ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് തരും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ്. അതായിരിക്കും നമ്മൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ്. ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് പോലെ തന്നെ, പക്ഷേ നമ്മൾ കുറച്ച് പ്രൊവൈഡ് ചെയ്യും. എന്ത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഗ്രേറ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണെന്നും പോർ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോർ ക്വാളിറ്റി എന്നുള്ളത് നെഗറ്റീവ് ആണെന്നും നമ്മൾ ആദ്യമേ സ്റ്റേറ്റ് ചെയ്യും.
എന്നിട്ട് ഞാൻ പറയും ഒരു ഇപ്പം ദ ബാറ്ററി ലൈഫ് ഇസ് എക്സലന്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറയും. അപ്പൊ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നമുക്ക് തരുന്ന ആൻസർ കുറച്ചുകൂടി ക്ലാരിഫൈ ആയിട്ടായിരിക്കും തരിക. അപ്പൊ നമുക്ക് പറയും എന്താ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് ആണ് എന്നുള്ളത് പറയും. അപ്പം ഇതാണ് ഫ്യൂച്ചർ പ്രോംപ്റ്റിംഗ്, അതായത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്ന രീതിയിൽ. പിന്നെ വരുന്നതാണ് റോൾ ബേസ്ഡ് പ്രോംപ്റ്റിംഗ്. അതായത് നമുക്കിപ്പം ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ബൈനറി ട്രീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഇതിലൊരു ബിഗിനർ ആണ്, അപ്പൊ നമുക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാനിപ്പോ ചുമ്മാ ഇങ്ങനെ എന്റെ ചാറ്റ്ജിപിറ്റിയോട് പറയാണ് എനിക്ക് ബൈനറി ട്രീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ടീച്ചർ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്റെ ചാറ്റ്ജിപിറ്റിയോട് പറയാണ് എന്റെ ആക്ട് ആസ് എ ഡാറ്റ സ്ട്രക്ചർ പ്രൊഫസർ, എന്റെ ഡാറ്റ സ്ട്രക്ചർ പ്രൊഫസർ ആയിട്ട് ആക്ട് ചെയ്യുക, എന്നിട്ട് എനിക്ക് ബൈനറി ട്രീ കോൺസെപ്റ്റ് എന്ന സാധനം എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ എന്താ ആ ഒരാളുടെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനിപ്പോ പറയാണ് എന്റെ വേറൊരു കോൺസെപ്റ്റ് എനിക്ക് തീരെ അറിയാത്തൊരു കോൺസെപ്റ്റ് ആണ്, അത് എന്റെ ഒരു ഫ്രണ്ടിനെ പോലെ ലാസ്റ്റ് മിനിറ്റ് എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ നല്ല സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ്ജിപിറ്റി അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പ്ലാറ്റ്ഫോം ആ ഒരു റോളിൽ നമുക്ക് പറഞ്ഞു തരും. അതായത് നമ്മൾ റോൾ അസൈൻ ചെയ്യാം AI ടൂളിൽ, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാം. ഇതാണ് റോൾ ബേസ്ഡ് പ്രോംപ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റിംഗ്. അതായത് നമ്മളിപ്പം ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് റീസണിങ് ചെയ്തിട്ട് ഒരു ആൻസർ സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ചില സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചാടും. ആ സമയത്ത് ചിലപ്പം നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ആ സ്കിപ്പിംഗ് കാരണം മനസ്സിലായി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പും ക്ലാരിഫൈ ചെയ്ത് പോയി പഠിക്കുന്നതിനാണ് നമ്മൾ ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കം സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട് പ്രോംപ്റ്റിംഗ്. അതായത് നമുക്ക് ഇപ്പം ഒരു ആൻസർ ഫോർമാറ്റ് അതിന് ആദ്യമേ സ്പെസിഫൈ ചെയ്യാം. നമുക്ക് വേണ്ട ആൻസർ ഫോർമാറ്റ്, അത് ടേബിൾ ഫോർമാറ്റ് ആണോ ജേസൺ ഫോർമാറ്റ് ആണോ എന്ത് ഫോർമാറ്റിലാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് എന്നുള്ളത് ആദ്യമേ നമുക്ക് അതിൽ കൊടുക്കുക, ഇൻപുട്ടിന്റെ കൂടെ കൊടുക്കുക. അപ്പൊ നമ്മൾ സ്ട്രക്ചർ, അതായത് ഔട്ട്പുട്ടിന്റെ സ്ട്രക്ചറിന് ആദ്യമേ നമ്മൾ കൊടുക്കുക, സ്പെസിഫൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ 5 പ്രോംപ്റ്റിംഗിന്റെ ടൈപ്സ് പഠിച്ചു. ഇനി നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിപ്പോ ഗിവ് മീ എ പ്രോജക്ട് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു AI-ക്ക്. അപ്പൊ എനിക്ക് കുറെ പ്രോജക്ട് ഐഡിയാസ് വരും. അതായത് ഞാനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണോ, ഞാനൊരു ബിഗിനർ ആയിട്ടുള്ള ആളാണോ, ഞാനൊരു CS സ്റ്റുഡന്റ് ആണ്, പക്ഷെ എന്റെ ചാറ്റ്ജിപിറ്റിക്ക് അറിയില്ല ഞാനൊരു CS സ്റ്റുഡന്റ് ആണെന്ന്. ഞാൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണോ വേണ്ടത്, സയൻസ് റിലേറ്റഡ് ആണോ, സോഷ്യൽ റിലേറ്റഡ് ആണോ, എന്ത് റിലേറ്റഡ് ആണെന്ന് അറിയില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു പ്രൊജക്ട് ഐഡിയ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറെ പ്രൊജക്ട് ഐഡിയ തരും. ഇന്ന ഫീൽഡ് ഇല്ലാണ്ട് എനിക്ക് പ്രൊജക്ട് ഐഡിയ തരും. അപ്പൊ എന്റെ ടൈം അവിടെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ എന്താ കുറെ ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും, അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച് എനിക്ക് വേണ്ട സാധനം, എനിക്കത് നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഞാനൊരു അതിന്റെ അടുത്ത ദിവസം എനിക്ക് എന്റെ മെന്ററുമായിട്ട് പ്രൊജക്ട് ഗൈഡുമായിട്ട് എനിക്കൊരു കോൺഫറൻസ് ഉണ്ടാവും. അപ്പൊ ആൾക്ക് ഞാനിപ്പം പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് പ്രൊജക്ട് ഇല്ല. അപ്പൊ ഞങ്ങളൊരു അവസ്ഥയാണെങ്കിൽ എനിക്ക് ഈ പ്രൊജക്ട് കണ്ടുപിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഞാൻ എന്റെ പ്രോംപ്റ്റിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ കിട്ടുന്ന ഔട്ട്പുട്ടിന് ഇത്ര പണി പെടേണ്ടി വരില്ല. അപ്പൊ ഞാൻ ഈ ഗിവ് മി എ പ്രൊജക്ട് ഐഡിയ എന്നുള്ളതിന് പകരം ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ആക്ട് ആസ് ആൻ AI പ്രൊജക്ട് മെന്റർ. പിന്നെ I am a fourth year BTech CSE student preparing for placement. Suggest 5 AI project idea. Provide the answer in table with project name, technology used, difficulty level, പിന്നെ estimated cost. അത് കഴിഞ്ഞ് project should be use Python, cost less than 100 ആയിരിക്കണം rupees. പിന്നെ suitable for student portfolio and completable within 1 month. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ റോള്, അതായത് റോളിനെ ഞാൻ സ്പെസിഫൈ ചെയ്തു. അത് പ്രൊജക്ട് മെന്റർ ആയിട്ട് അല്ലെങ്കിൽ AI-ന്റെ പ്രൊജക്ട് മെന്റർ ആയിട്ട് ഞാൻ ആദ്യം സ്പെസിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോണ്ടെക്സ്റ്റ്, അതായത് എന്താ ഞാനൊരു 4th year സ്റ്റുഡന്റ് ആണ്, BTech സ്റ്റുഡന്റ് ആണ്, CS ആണ്,
പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉണ്ട്. എനിക്ക് 5 എന്താ AI പ്രോജക്ട് ഐഡിയാസ് ആണ് വേണ്ടത് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ റാദർ ഇങ്ങനെ വേഗമായിട്ട് കൊടുക്കാണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കോൺടാക്ട് എന്താന്നുള്ളത്. ഫോർമാറ്റ്, എനിക്ക് കിട്ടേണ്ട ആൻസറിന്റെ ഫോർമാറ്റ് ഞാൻ ടേബിൾ ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. അപ്പം എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കൺസ്ട്രെയിൻസ്, എനിക്കത് പൈത്തൺ കോഡിൽ വേണം, 100